180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 17 ആയിരുന്നു ഇന്ന്. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി 17 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് എനിക്കൊരു മടി പിടിച്ച ദിവസമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ഒരു ടാസ്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എണീറ്റു. ഞാൻ എൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു, നേച്ചറിൽ സ്പെൻഡ് ചെയ്തു. രാവിലത്തെ കുറച്ച് അവേഴ്സ് ഒന്നും ഫോണൊന്നും എടുത്തില്ല, അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തന്നെ വല്ലാത്ത ക്ഷീണം വരും. ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഞാൻ ഫിസിക്കലി ഇച്ചിരി ടയേർഡായിരുന്നു. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എണീറ്റിരുന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. ഞാൻ തന്നെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ്, അലീഷ നീ ഇപ്പം എന്താ ഈ ചെയ്യുന്നത്? നീ നിനക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതാണ്, നീ അങ്ങനെ ബാക്കോട്ട് പോകാൻ പാടില്ല, നീ ഇത് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം ഞാൻ 1 2 3 കൗണ്ട് ചെയ്തിട്ട് ഞാൻ പോയി അങ്ങ് ടാസ്ക് ചെയ്തു. ഞാൻ എന്നെ തന്നെ അങ്ങ് പുഷ് ചെയ്തു. കുറേ നേരം മടി പിടിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് ആലോചിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ മടി പിടിച്ചിരിക്കുന്ന പോലെ ഒരു 10 വർഷം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് വിഷമിക്കും, കഷ്ടപ്പെടേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് ഇപ്പം അൺകംഫർട്ടബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പോലും ഞാനിപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എനിക്കിപ്പോൾ റിസോഴ്സസ് ഉണ്ട്, എനിക്കിപ്പോൾ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യുക, പഠിക്കേണ്ട കാര്യം പഠിക്കാം. എനിക്ക് ആരും വന്ന് സ്കിൽസ് ബിൽഡ് ചെയ്ത് തരില്ല, കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരില്ല. ഇതൊക്കെ ഞാൻ സ്വയം ബിൽഡ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് സെൽഫിന് കൊടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് അത് ബ്രേക്ക് ചെയ്തതെന്ന് ഒരു തോന്നുന്നു, ഒരു മനസാക്ഷി കുത്തൊക്കെ വന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു, 1 2 3 കൗണ്ട് ചെയ്തു, നല്ല രീതിയിൽ പോയി വർക്കൗട്ട് ചെയ്തു, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തോന്നുന്നേ ഇല്ല. ഇന്ന് എനിക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം വെറുതെ ഇരുന്നു, ബ്രീത്ത് ചെയ്തു. ഞാൻ വിചാരിച്ചു ക്യാമറ ഓൺ ചെയ്യാം, ഇന്ന് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാത്രി. ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് നമ്മളിങ്ങനെ കംഫർട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള റീസൺസ് തരും. അയ്യോ നീ പാവല്ലേ, നീ റെസ്റ്റ് എടുത്തോ, നീ ഇത്രയും ദിവസം വർക്ക് ചെയ്തില്ലേ, നാളെ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ വെറുതെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അത് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യത്തില്ല. നമ്മൾ വെറുതെ അങ്ങനെ ഒരു സുഖത്തിൽ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കും. പക്ഷേ നമ്മൾക്ക് അൺകംഫർട്ടബിൾ ആവാൻ നമ്മൾ റെഡി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങണം. ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻ ആൻഡ് ഔട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അത്ര എനർജി എടുക്കണം. നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കാനുണ്ട്. അല്ലാതെ ഒന്നും ഒരിക്കലും നമുക്ക് മാറാൻ പറ്റില്ല. ഒരു 99% ആൾക്കാരും സക്സസ്ഫുൾ ആവാത്തത് അവർക്ക് അൺകംഫർട്ടബിൾ ആവാൻ അവർ റെഡിയല്ല. അവർക്ക് ട്രൂത്ത് അറിയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷം ഞാൻ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഇരുന്ന ഒരാളാണ്. എനിക്ക് എന്നോട് ആരെങ്കിലും വന്ന് നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നീ ഇങ്ങനെ ചെയ്യുന്നോണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വളരെ ദേഷ്യമാണ്. കാരണം എനിക്ക് എപ്പോഴും ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഇരിക്കാനാണ് ഇഷ്ടം. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ സുഖമാണ്. സ്വയം എന്നെ നേരെ വിരൽ ചൂണ്ടാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഹാബിറ്റ്സ്, എൻ്റെ ചോയ്സ്, ഡിസിഷൻസ് ഒക്കെ എൻ്റെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നത്. സോ ഞാൻ വർക്ക് എടുത്തില്ലേ ശരിയാവില്ല. ഇന്ന് എനിക്കൊരു മടി പിടിച്ച ദിവസമായിരുന്നെങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. 17 ദിവസമായിട്ട് വീഡിയോ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ പോയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിർത്താതെ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് ഞാൻ ചെയ്യുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. സോ സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ ഡേ 17 എൻഡ് ചെയ്യുവാണ്. സോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കുക, നിങ്ങളുടെ സെൽഫിൽ പണിയെടുക്കുക. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറണം, ഒരു മാറ്റം വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ റെഡി ആവുക, അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയിക്കോളുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗ്രോത്ത് സംഭവിക്കുള്ളൂ. കംഫർട്ട് സോണിൽ ഇരുന്ന് ഒരിക്കലും നമ്മൾ വളരില്ല. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. നമ്മൾ ഹെൽത്തി ക്രിറ്റിസിസംസ് ഇൻവൈറ്റ് ചെയ്യുക, നമ്മളെ ഒബ്സർവ് ചെയ്യുക, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരിക്കാൻ ശ്രമിക്കുക. സ്വയം ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഞാനൊരു നല്ല മനുഷ്യനാണോ, എന്നിൽ എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടോ, ഉണ്ടെങ്കിൽ മാറ്റുക. നമ്മൾ കാരണം ആരും വേദനിക്കാതിരിക്കട്ടെ, സ്വയം വേദനിപ്പിക്കാതിരിക്കുക. സെൽഫ് ലവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ദ ഹയസ്റ്റ് ഫോം ഓഫ് സെൽഫ് ലവ് ഇസ് ഡിസിപ്ലിൻ ആവുക. ഡിസിപ്ലിൻ ആയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് ടൈം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യും. നമ്മുടെ ഹെൽത്ത് നോക്കില്ല, നമ്മളുടെ ഫൈനാൻഷ്യൽ ഏരിയ നോക്കില്ല, നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യവും നമ്മൾ നോക്കത്തില്ല. ഇപ്പം നമ്മൾ അതിൻ്റെ ഒന്നും വിലയറില്ല. ഒരുപാട് വർഷം കഴിയുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റിഗ്രറ്റ് ചെയ്യാനൊരു അവസരം ഇല്ലാതിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. Good night. Bye. Thank you so much for your valuable time.
സോ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ നിഖില ചേച്ചി, എനിക്ക് ചേച്ചീൻ്റെ അടുത്ത് താങ്ക് യു പറയാൻ തോന്നുന്നുണ്ട്. കാരണം ചേച്ചിയാണ് എപ്പോഴും എന്നെ കമൻറ്റിലൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഡൗൺ ആയി പോകുന്നു അപ്പോഴൊക്കെ ചേച്ചിയുടെ കമൻസ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സമാധാനം തോന്നുന്നു. എനിക്ക് മുന്നോട്ടേക്ക് പോകാനൊരു എൻകറേജ്മെൻ്റ് ആണ്. എനിക്കറിയാം നമ്മൾ സ്ട്രേഞ്ചേഴ്സാണ്, എന്നാലും എനിക്ക് നിങ്ങളുടെ വേർഡ്സും ഈ കമൻസൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൻഡ് ഐ ലവ് യു. അതുപോലെ വേറെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിഖില ചേച്ചി എന്നെ എപ്പോഴും, എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇപ്പോൾ വരെ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബറാണ്. എന്നെ എപ്പോഴും വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് നിഖില എന്ന് പറയുന്നത്. സോ എനിക്ക് ചേച്ചിനോട് താങ്ക് യു പറയാൻ തോന്നി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവർക്കും ബൈ. ലവ് യു ഓൾ. ബൈ.